SV ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട്. കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രണ്ടാമത്തെ ദൃശ്യം വെച്ചിട്ട് എവിടെയാണ് മൺകൂന എന്ന ചോദ്യവും പദ്ധതി പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യാത്തത് കൊണ്ടാണ് അപകടമുണ്ടായി എന്നുള്ള മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വിശദീകരണത്തിനു പിന്നാലെ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് മൺകൂനകളിൽ നിന്നല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അത് ഉന്നയിച്ചതിന് പിന്നാലെ ചില തൽപര കക്ഷികളെല്ലാം വലിയ വിമർശനവുമായി വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ കരാറുകാർ തന്നെ സർക്കാരിനെ തിരുത്തിക്കൊണ്ട് തങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല ആ അപകടത്തിന് കാരണമെന്ന് വിശദീകരിക്കുന്നത് ഒന്ന് കണ്ടേ. This is the photo before happening that incident. Okay. You can see that. Is there a concrete injection that is done into this? It's already nailed and shotcreted. Okay. See the other picture you can see after the incident. Okay. So you're saying ഈ പിക്ചറിൽ ഇൻസിഡന്റ് നടന്ന് കഴിഞ്ഞിട്ടുള്ള ആ സെയിം സിനാരിയോ ആണിത്. അതേപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ PWD ലാൻഡിന്റെ പുറകുവശത്ത് അത് ഫോറസ്റ്റ് ലാൻഡാണ്. ആ ഭാഗം നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. But the government is saying there is no landslide. It is only the sand. Only the soil. That is clear. So you will correct the government. Yes. അപ്പോൾ ടണലിന്റെ ഭാഗത്ത് തന്നെയല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. എന്തോ പഠനം ഇല്ല. ടണലിന്റെ ആ ദൃശ്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കറക്റ്റ് ഏതാണ് ക്യാമറ? ഇത് ഇൻസിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള പിക്ചറാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണാം അത് ഓൾറെഡി നെയിൽഡ് ആണ്, കംപ്ലീറ്റ് ഷോർട്ട് ക്രീറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പുറകുവശത്തെ ബൗണ്ടറിയിൽ അവിടെ മണ്ണൊന്നും സ്റ്റോക്ക് ഇല്ല. അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ മേളിൽ എവിടെയെങ്കിലും മണ്ണ് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ് അതാ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന്റെ മേൽ ഭാഗം ലാൻഡ് ആക്ച്വലി ബിലോങ്സ് ടു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ലാൻഡിൽ നമുക്കൊന്നും ചെയ്യാനുള്ള അവകാശമില്ല. അവിടം വരെ എക്സ്ട്രീം ബൗണ്ടറിയാണ്. അവിടം വരെ നമ്മൾ ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്ത് വെച്ച സ്ഥലമാണ്. But many experts are saying ഇപ്പോൾ സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയതിന് തൊട്ട് മുകളിൽ നിന്നല്ലേ തെന്നി വരുന്നത് യഥാർത്ഥത്തിൽ. അതിപ്പം നാച്ചുറൽ ഒരു കലാമിറ്റിയാണത് ശരിക്കും. അതിൽ കമ്പനിയുടെ നിർമ്മാണം നടത്തിയതിന് തൊട്ട് മുകളിൽ നിന്നല്ലേ തെന്നി വരുന്നത്. സാർ ആക്ച്വലി നമ്മൾ ഒരു മിനിറ്റ് ഓരോരുത്തരായിട്ട് ചോദിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ല പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൺസ്ട്രക്ഷൻ അതിന്റെ തൊട്ട് മുകളിൽ നിന്നല്ലേ ഇത് നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അത് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്ലാനും പ്രൊഫൈലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടം വരെയാണ് PWD ലാൻഡ് ഉള്ളത്. അവിടം വരെ നമ്മൾ എക്സ്ട്രീം ബൗണ്ടറി വരെ നമ്മൾ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് അതിന്റെ ടണലിന്റെ വേ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നെയിൽ ചെയ്ത് ഷോർട്ട് ക്രീറ്റിംഗ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത ഏരിയയാണ്. പക്ഷെ അതിന്റെ പുറകിൽ ഒരു 10-12 മീറ്റർ പുറകിൽ നിന്നാണ് ലാൻഡ് സ്ലൈഡ് തുടങ്ങിയിട്ടുള്ളത്. 12 മീറ്റർ എന്ന് പറയുന്ന വലിയ ദൂരപരിധി അല്ലല്ലോ. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ അവിടെ ഈ ബ്ലെയിം വന്നത് എങ്ങനെയായിരുന്നു വെച്ചാൽ മണ്ണ് അതിന്റെ മേളിൽ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. അതല്ല ഫാക്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ ഇല്ലില്ല. കണ്ടല്ലോ, ദുരന്തമുണ്ടായതിനു പിന്നാലെ കരാറുകാരുടെ തലയിൽ വെച്ച് കൈകഴുകാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകത്ത് കരാറുകാർ മണൽ നീക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ അപകടമുണ്ടായി എന്നുള്ള പ്രചരണം നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അധികാരമേറ്റ് ഇത്രയും ദിവസമായിട്ട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നടത്തിയിരുന്നില്ല എന്നത് തെളിയിക്കുന്നതാണ് തിരുവമ്പാടിയിലെ UDF MLA പ്രതികരണം. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ SPVയും അതോടൊപ്പം തന്നെ കോൺട്രാക്ടറും അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇതിനൊരു കോർഡിനേഷൻ നടത്താനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതാണ് ഇതിന് പറ്റിയൊരു അപകടം. ഗവൺമെന്റുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു കോർഡിനേഷൻ നടത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോയി ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും. മാത്രം കാരണം ചില ഇവര് ചെയ്യുന്ന പ്രിക്കോഷൻസ് ഒക്കെ നമുക്കൂടെ ബോധ്യപ്പെടില്ല. ഇനി എന്താണ് സർക്കാർ തലത്തിലെ വീഴ്ച? കഴിഞ്ഞ 1.5 മാസമായിട്ട് ഫോട്ടോഷൂട്ടിനും വീഡിയോ ക്യാമറ ഷൂട്ടിനും മാത്രമേ സമയമുള്ളൂ. വയനാട് ടൗൺഷിപ്പിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം നിലച്ചു. പോയ പിണറായി സർക്കാരിന്റെ പ്രശ്നമായിരുന്നു? അല്ല. അവർക്ക് അവരുടേതായ തൽപര കക്ഷികളുടെ നിയമനങ്ങൾ, അവരുടെ PAമാർ പരസ്പരം തമ്മിൽ തല്ലി രാജിവെച്ചുകൊണ്ടിരിക്കുന്നു, ബന്ധു നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ, തെരഞ്ഞെടുപ്പിനെ സഹായിച്ച കച്ചവടക്കാർക്ക് മദ്യത്തിന്റെ നികുതി കുറച്ചു കൊടുക്കൽ, തുറമുഖ കച്ചവടം തുടങ്ങിയ കലാപരിപാടികളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ സംസ്ഥാനത്തിന്റെ വൻകിട വികസന പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റുന്ന അവസ്ഥയിലെത്തി. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല, എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കട്ടെ എന്ന മനോഭാവമാണ് ഈ ഗുരുതര വീഴ്ചയ്ക്ക് കാരണമെന്ന് MLAയുടെ പ്രതികരണം കൂടി തെളിയിക്കുന്നുണ്ട്. അപ്പോ മഴ സമയത്ത് നിർമ്മാണ പ്രവർത്തനം നടന്നു. ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല. 200 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ
റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ദുരന്തം പുറത്തു വന്നതിന് പിന്നാലെ ഓടി വന്ന് കേരളത്തിലെ ക്യാമറ മൈക്കുകളുമായി നമുക്ക് അഭേദ്യ ബന്ധമുണ്ട്, അതുകൊണ്ട് ഒറ്റ തള്ളൽ. ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, കരാർ കമ്പനിക്കാരുടെ പ്രശ്നമാണത്രേ. കരാർ കൊടുത്തവരെ കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾക്ക് കഴിവില്ല എന്ന് തുടക്കത്തിലെ ബോധ്യപ്പെടുന്നതാണ് ദുരന്തമുണ്ടായ പ്രദേശത്ത് മുൻകൂട്ടി ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലൂടെ ഇപ്പോൾ ന്യായീകരിച്ച് കൈകഴുകാൻ ശ്രമിച്ചവർ കൂടുതൽ കുരുക്കിലാകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കരാറുകാർ തന്നെ മണ്ണ് കിടന്ന ഭാഗത്ത് നിന്നല്ല മണ്ണിടിച്ചിലുണ്ടായത് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ മണ്ണ് നീക്കം ചെയ്യാത്തത് കൊണ്ടാണ് അപകട കാരണമെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.